ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷപന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2026 വിഷു ഫലമാണ്. അത് മകം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മീനം രാശിയിൽ ശനിയും മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി 2026 ഏപ്രിൽ മാസം 14 തീയതി ചൊവ്വാഴ്ച ചതയം നക്ഷത്രം ശുഭ്രനാമനിത്യയോഗവും കൃഷ്ണപക്ഷത്തിലെ ദ്വാദശി തിഥിയും സുരഭികരണവും ഒത്തുവന്ന ദിവസം ഭൂമി ഭൂതോദയം കൊണ്ട് ആണ് മേടം രാശിയിലേക്ക് ആദിത്യൻ മാറുന്നത്. ആദിത്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് പകരുന്ന ആ സംക്രമണ സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ഗണിച്ചു നോക്കിയതിൽ മകം നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. ഈ വർഷത്തെ വിഷു ഫലം എന്ന് പറയുന്നത് മകം നക്ഷത്രക്കാർക്ക് പല വിധത്തിലും ആനുകൂല്യങ്ങൾ ഉള്ള നേട്ടങ്ങൾ ഉള്ള ഒരു വർഷമാണ്. അതായത് ഓരോ രംഗങ്ങളിലും ഏർപ്പെടുന്നവർക്ക് വിഷു ഫലം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ ഉള്ളത്. ഏതൊരു വ്യക്തി ആയാലും അവർക്ക് ഈ മകം നക്ഷത്രക്കാർക്ക് സ്ത്രീകളായാലും പുരുഷന്മാർക്കായാലും ചന്ദ്രൻ്റെയും ആദിത്യൻ്റെയും ഒക്കെ ആ സ്ഥിതി വെച്ചുകൊണ്ട് ആ സമയത്തെ ഗണിച്ചു നോക്കിയതിൽ നല്ല മനോബലം സൂചകമാണ്. ഞാൻ ഈ പറയുന്ന ഫലങ്ങൾ ഗോചരഫലങ്ങളെയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ദശാഫലങ്ങളെയോ അപഹാരങ്ങളെയോ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വർഷത്തിനകം ഓരോ വ്യക്തികൾക്കും സാധിച്ചു കിട്ടുന്നതാണ്. വ്യക്തിപരമായ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ഈ ഫോൺ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടുക. നേരിട്ട് ഓൺലൈനായിട്ടോ നേരിട്ട് വരികയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഗ്രഹനില നോക്കുകയും പ്രശ്നം നോക്കിയൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയുകയും സാധിക്കുന്നതാണ്. ഇന്ന് ഈ പറയുന്നത് വിഷുഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വിഷുഫലം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മകം നക്ഷത്രക്കാര് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അഭിവൃദ്ധികരമാണ്. എല്ലാവരും കൃഷിക്കാരല്ല എങ്കിലും കൃഷിഭൂമി ഉള്ളവരുണ്ട്, മറ്റ് ആൾക്കാരെ നിർത്തി കൃഷി ചെയ്യിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട്. ചെറിയ ചെറിയ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള സസ്യങ്ങൾ നട്ടു വളർത്തി പരിപാലിക്കുന്നവർക്ക് അതിൽ നിന്ന് നല്ല അഭിവൃദ്ധിയും ഒരു മനസ്സിനൊരു പോസിറ്റീവും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. നല്ല വിളവ് ലഭിക്കുക, അനുകൂലമായ സാഹചര്യത്തിൽ കൃഷി വികസിക്കുന്നതിനൊക്കെ യോഗമുണ്ട്. അത് മൃഗസംരക്ഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും പക്ഷികളെ സംരക്ഷിക്കുക, താറാവുണ്ട്, മറ്റ് ലവ് ബേഡ്സുകളുണ്ട്, ആർട്ടിഫിഷ്യലായിട്ടൊക്കെയുള്ള പല നിരവധി പക്ഷി വളർത്തൽ കേന്ദ്രങ്ങളൊക്കെ നടത്തുന്നവരുണ്ട്. അതുപോലെ മറ്റ് മൃഗങ്ങളൊക്കെയുണ്ട്, കൃഷി കാര്യങ്ങളിലുണ്ട്, മത്സ്യകൃഷിയുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ചില സഹായങ്ങൾ ലഭിക്കുകയും ഉയർച്ചകളും വന്നു ചേരുവാൻ ഈ മകം നക്ഷത്രക്കാർക്ക് കൃഷി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കച്ചവടം, അത് ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുക, വിൽക്കുക, ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കച്ചവടത്തിൽപ്പെടും. അത് ചെറുകിട കച്ചവടമാകാം, വലിയ വലിയ സംരംഭങ്ങളാകാം. കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ കപ്പൽ കണക്കിന് സാധനങ്ങൾ ഇറക്കുന്ന ഇറക്കുമതിക്കാർ, കയറ്റുമതിക്കാർ, ചെറിയ ചെറിയ ഒരു പെട്ടിക്കടകൾ നടത്തുന്നത്, തട്ടുകടകൾ നടത്തുന്നത്, അവർക്കൊക്കെ ഈ വർഷത്തെ വിഷുഫലം കൊണ്ട് നേട്ടങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതായത് വ്യാപാരത്തെയും വിപണനത്തെയും ഒക്കെ കാര്യങ്ങൾക്ക് സമ്പുഷ്ടി ഉണ്ടാകും, അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് പല രീതിയിലുണ്ട്. ട്രാവലിങ് പല കാര്യങ്ങൾക്കായിട്ടുണ്ട്. അതായത് ട്രാവലിംഗ് ഏജൻസികളുണ്ട്, വാഹനങ്ങൾ ധാരാളം ഉള്ളവർ, റൂട്ടുകളിൽ ബസ് ഓടിക്കുന്നവർ, മറ്റ് ടൂറിസ്റ്റ് വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നവർ, സ്വന്തമായിട്ട് ഒരു വാഹനം മാത്രമുള്ളവരുണ്ട്, ടാക്സി ആയിട്ട് ഓടുന്നവർ. അതുപോലെ തന്നെ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്ത് ചില യാത്രാ വിവരണങ്ങളും
അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ എഴുത്തുകാരുണ്ട് ധാരാളം, സാഹിത്യകാരന്മാർ, ചിത്രരചനയ്ക്കായിട്ട് പോകുന്നവർ, സംഗീതത്തിനായിട്ട് പോകുന്നവർ, മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവരും ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ്. ഈ ഒരു വർഷം വളരെ നല്ലതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണവും, അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ട് റിപ്പയറിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, പാർട്സുകളൊക്കെ വിൽക്കുന്നവർ, സ്പെയർ പാർട്സ്, അതിന് മറ്റ് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യുന്നവർ, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ്, അത് ടൂറിസ്റ്റ് ബസ് അങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെയാണ് അത് ബാധകം. അങ്ങനെ അതിലൊക്കെ നിരവധി ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ അത് അനുകൂലവുമാണ്. മറ്റൊരു പ്രധാനമാണ് വസ്ത്രനിർമ്മാണവും വ്യാപാരവും വിപണനവും. അത് വളരെയധികം വിജയങ്ങൾ വന്നിച്ചു. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുക, വിതരണം ചെയ്യുക, അത് നിർമ്മാണം ചെയ്യുക, അതിനൊക്കെ വലിയ വലിയ കമ്പനികളായാലും ചെറിയ ചെറിയ രീതിയിൽ ഭക്ഷണങ്ങൾ 4 പേർക്കെങ്കിലും ഒരു ഭക്ഷണം തയ്യാർ ചെയ്ത് കൊടുക്കുക, കാപ്പി കച്ചവടം ചെയ്യുക, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിൽക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു വർഷം. മറ്റൊരു രംഗം എന്ന് പറയുന്നത് IT മേഖലയാണ്. IT മേഖലകളിലൊക്കെ സാങ്കേതിക വിദ്യ രംഗവുമായി ബന്ധപ്പെട്ട് പുരാതന കാലം മുതൽക്കേ ഉണ്ട്. ഇതൊക്കെ ഓരോ തരത്തിലാണ് എന്ന് മാത്രം. അത് വളരെയധികം പുരോഗമിച്ചിരിക്കുന്ന കാലമാണ്. കമ്പ്യൂട്ടർ ആയാലും ഇൻ്റർനെറ്റ് വഴിയായാലും മറ്റ് യന്ത്ര സാമഗ്രികളുടെ സഹായങ്ങളോടുകൂടിയും ഒക്കെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യവസായങ്ങൾ ചെയ്യുന്നവർ, മറ്റ് IT മേഖല ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ പുരോഗതികൾ വന്നിച്ചു. മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ടും നല്ല വിജയങ്ങളാണ് കാണുന്നത്. അതായത് രോഗങ്ങളൊക്കെ ശമിക്കുവാൻ, ഏതെങ്കിലും തരത്തിലൊക്കെ സാംക്രമിക രോഗങ്ങളോ മറ്റ് ആരോഗ്യ പ്രശ്നം, അത് പ്രായമാകും തോറും ഓരോ അസുഖങ്ങളൊക്കെ വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് രോഗശമനം ഒരു വിഷുഫലത്തിൻ്റെ പ്രധാന ഘടകമാണ് ഈ വർഷം. അതുകൊണ്ട് ഡോക്ടേഴ്സിനും അതിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. ചികിത്സ ചെയ്താൽ ഫലിച്ചാലല്ലേ അവർക്ക് നല്ല പേരുണ്ടാവുകയുള്ളൂ. അത് രോഗികളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്കൊരു ആശ്വാസവും കൂടിയാകുമ്പോൾ അവർക്കും നല്ലതാണ്. അങ്ങനെ നോക്കുമ്പോൾ രോഗകാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന നല്ല മികവുണ്ടാകുന്ന ഒരു വർഷമാണ് പുതിയ പുതിയ കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ കലാകാരന്മാരായിരിക്കുന്നവർക്കും നല്ലതാണ്. കലാകാരന്മാരായിരിക്കുന്നവർക്ക് അഭിവൃദ്ധികളൊക്കെ വന്നിച്ചു. അത് കടൽ കടന്നുപോയി കലാരംഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് തന്നെ ആയാലും സ്വന്തം നാട്ടിലോ സ്വന്തം നാട് വിട്ടോ ഒക്കെ കലാരംഗങ്ങൾ പ്രകടിപ്പിക്കുവാനും മികവ് വന്നു ചേരുവാനും തേജസ്സും ഓജസ്സും ഒക്കെ വർദ്ധിച്ച് നല്ല വിജയങ്ങളും പുതിയ പുതിയ മാനങ്ങൾ കലാരംഗത്ത് കണ്ടുപിടിക്കുവാനും ഒക്കെ നല്ല ഒരു അനുകൂലമായിരിക്കുന്ന സമയം. അതായത് ഇപ്പോൾ AI കല ആണല്ലോ. AI വീഡിയോയും അതുപോലെ സാങ്കേതിക വിദ്യയും ഒക്കെ നല്ല രീതിയിൽ വിജയിച്ച് വരുന്ന ഒരു കാലം. മറ്റ് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് അറിവ് സമ്പാദിക്കുന്നവർക്കും വളരെ നല്ലതാണ്. ഗുരുക്കന്മാർക്ക് അറിവ് വിതരണം ചെയ്യുന്നതിന് ആധുനിക കാലഘട്ടത്തിൽ ധാരാളം ശിഷ്യൻ സമ്പത്ത് ഉണ്ടാകുന്നതിനൊക്കെ ഈ സാങ്കേതിക വിദ്യ ഒരു പ്രധാന ഘടകമാണ്. അതൊക്കെ ഉപയോഗിക്കുക, വേണ്ട രീതിയിൽ നല്ല രീതിയിൽ വിജയിക്കുവാൻ ഈ മകം നക്ഷത്രക്കാർക്ക് സാധിക്കും. പൊതുവെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം വന്നു ചേരാൻ പോകും. ഈ കഴിഞ്ഞു പോയ വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ അത്ര സുഖകരമല്ലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ സൂചകമായിരുന്നു. എന്നാൽ അതൊക്കെ വിട്ടുമാറി ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനൊക്കെ ഈ വർഷം ഭാഗ്യം വരും. അതുപോലെ തന്നെ ഉത്തമ സന്താന ഭാഗ്യം വന്നിച്ച് സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുക, നല്ല ഗൃഹം ഉണ്ടാകുക, നല്ല വാഹനം ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ പ്രായമായവർക്കും ഒക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് വിഷുഫലം കൊണ്ട് കാണുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മാറുകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, അത് നിങ്ങളുടെ പേരിനോടും നക്ഷത്രത്തോടും ചേർത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട്